ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സമഭാവന അതൊരു വലിയ ഭാവമാണ്, എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു ഭാവം. An attitude in life. We consider everyone as equal to us. നമ്മൾ നമ്മളുടെ കൂട്ടുകാരോടൊത്ത് സ്കൂളിൽ പഠിക്കുന്നു. സാമ്പത്തികമായി താഴെ നിലയിൽ നിൽക്കുന്ന സ്നേഹിതരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. അതോടൊപ്പം തന്നെ മറ്റ് പല സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമായി അകറ്റി നിർത്തുന്ന ആളുകളും ഉണ്ടായി എന്ന് വന്നേക്കാം. ഇവരോടൊക്കെ നമ്മൾ നമ്മെപ്പോലെയുള്ളവർ, നമ്മേക്കാൾ ഉയർന്നവർ എന്ന നിലയിൽ ഏറ്റവും പാവപ്പെട്ടവരെ പോലെയും നമുക്ക് കാണാനും പരിഗണിക്കാനും കഴിയുന്നതാണ് സമഭാവന. കൺസിഡർ ഈച്ച് ആൻഡ് എവറി വൺ ആസ് അവേഴ്സെൽസ് ഓർ ഹയർ ദാൻ, ബെറ്റർ ദാൻ അവേഴ്സെൽസ്. ഇത് ഒരു വലിയ ജീവിതത്തിലെ ഒരു വലിയ മൂല്യമായി നമ്മൾ കാണേണ്ടതുണ്ട്. എൻ്റെ ഒരനുഭവം പറയാം. എൻ്റെ ചെറുപ്പകാലത്ത് 1950കളിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ചത് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു ലോവർ പ്രൈമറി സ്കൂളിലാണ്. അന്ന് 5ാം ക്ലാസ് വരെ ലോവർ പ്രൈമറി ആയി കണ്ടിരുന്ന ഒരു കാലമാണ്. ലോവർ പ്രൈമറിയിലെ പഠനം ഏതാണ്ട് പൂർത്തിയാകുമ്പോഴേക്കും LP സ്കൂൾ 4 ക്ലാസ്സുകൾ വരെയുള്ള സ്ഥാപനമായി മാറിയിരുന്നു. അതിനു മുമ്പ് ഉള്ള കാലഘട്ടത്തിൽ പഠിച്ചയാളാണ് ഞാൻ. ഞങ്ങളുടെ ബെഞ്ചിൽ ഞാൻ നടുക്ക്, എൻ്റെ തൊട്ടടുത്ത് തേവൻ എന്ന് പറയുന്ന ഒരു കുട്ടി, എൻ്റെ വലതുവശത്ത് അഹമ്മദ് എന്ന് പറയുന്ന വേറൊരു കുട്ടി. തേവൻ സാമൂഹ്യമായി നോക്കുമ്പോൾ അയാൾ കുറച്ച് ജാതി വ്യവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ജാതി വ്യവസ്ഥ എനിക്കുണ്ടായിരുന്നില്ല, എൻ്റെ മാതാപിതാക്കൾക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. തേവൻ അങ്ങനെ ഒരു കുട്ടിയായിരുന്നു. അവൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരൻ. അഹമ്മദ് ഒരു മുസ്ലിമാണ്. അവൻ്റെ വീട് ഒരു കച്ചവടക്കാരുടെ വീടായിരുന്നു, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളിൻ്റെ വീട്. അപ്പോൾ ഞാനാകട്ടെ ഒരു കർഷകൻ്റെ മകനും, കർഷകൻ്റെ മകനായ ഞാനും കൂലിപ്പണിക്കാരനായ ഒരാളുടെ മകൻ തേവനും കച്ചവടക്കാരൻ്റെ മകനായ അഹമ്മദും ഞങ്ങൾ ആത്മാർത്ഥ സ്നേഹിതരായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഇവർ 2 പേരും കൂടെ എന്നോടൊപ്പം വരും. എൻ്റെ അമ്മ പലഹാരം അവർക്കും കൊടുക്കും, എനിക്കും തരും. അങ്ങനെ ഞങ്ങൾ ആത്മാർത്ഥ സ്നേഹിതരായി ജീവിച്ച ഒരു കാലമായിരുന്നു എൻ്റെ LP സ്കൂളിലെ കാലം. അന്നു മുതൽ തന്നെ ഇങ്ങനെ ഒരു വ്യത്യസ്തത പുലർത്തുവാൻ സ്വാഭാവികമായും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അവരൊക്കെ ഉടുത്തു വരുന്ന വസ്ത്രം തീർച്ചയായിട്ടും എൻ്റേതുപോലെ ആകുവാനുള്ള സാധ്യതയുണ്ടായിരുന്നില്ല. വ്യത്യസ്തങ്ങളായിരുന്നു വസ്ത്രധാരണം, വ്യത്യസ്തങ്ങളായിരുന്നു അവരുടെ ജീവിത സാഹചര്യം. പക്ഷേ അതൊന്നും മനസ്സിൽ വലിയ കാര്യമായി ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സമഭാവന സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നമുക്ക് വളർത്തിയെടുക്കുവാൻ കഴിയേണ്ടതുണ്ട്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ഗലാത്യർ 3:28.
നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ഇതാണ് സമഭാവനയ്ക്ക് അടിസ്ഥാനപരമായി നമുക്ക് ലഭിക്കുന്ന പ്രബോധനം. യഹൂദനെന്നും യവനനെന്നുമില്ല, ദാസനും സ്വതന്ത്രനെന്നുമില്ല, ആണും പെണ്ണും എന്നില്ല. യഹൂദൻ, യവനൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വംശക്കാരൻ, യഹൂദ വംശത്തിലുള്ള ആളും ഗ്രീക്ക് വംശത്തിലുള്ള യവനൻ എന്ന് പറയുന്ന ആളും അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. ഒരു ദാസൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ദാസവേല ചെയ്ത് ജീവിക്കുന്ന ഒരാൾ. സ്വതന്ത്രൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി സാമൂഹ്യമായി സ്വീകാര്യനായ ഒരു സാമ്പത്തിക മെച്ചമുള്ള ഒരാൾ. അങ്ങനെ ഒരു വ്യത്യാസം ക്രിസ്തുവിൽ ഉണ്ടാകുവാൻ കഴിയുകയില്ല. ആണും പെണ്ണുമെന്നില്ല, ഒരു തരഭേദം. ആണായതുകൊണ്ട് സമൂഹത്തിൽ സ്വീകാര്യത, പെണ്ണായതുകൊണ്ട് അത്രയും സ്വീകാര്യതയില്ലായ്മ. അങ്ങനെയൊക്കെയുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഒരു പശ്ചാത്തലത്തിൽ അത് ഇന്നത്തെ കാലത്ത് മറ്റു പല രീതികളിലായിരിക്കും. എന്നാൽ അവരോടെല്ലാം എന്നെപ്പോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള സഹോദരനെ സഹോദരിയെ കാണാനും പരിഗണിക്കാനും അവരെ നമ്മളുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താനും നാം അവരോട് ചേർന്ന് നിൽക്കാനും കഴിയുന്ന ഒരു ഭാവം കർത്താവ് പറയുകയാണ്, ക്രിസ്തുവിൽ നിങ്ങളെല്ലാവരും ഒന്നാണ് എന്നുള്ള അടിസ്ഥാന പ്രമാണം. ഈ ഒരു അടിസ്ഥാന പ്രമാണം യേശു ക്രിസ്തു ലോകത്തിന് നൽകുന്ന ഒരു വലിയ സദ്വാർത്തയാണ്. ഒത്തിരി ഉച്ചനീചത്വം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് സാമൂഹ്യമായി ഉണ്ടായിരുന്നു, മതപരമായി ഉണ്ടായിരുന്നു, സാമ്പത്തികമായി ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രസക്തിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് ആ വലിയ കാര്യം? ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു വലിയ പ്രമാണം. കുഞ്ഞുങ്ങളെ, സമഭാവന ഒരു വലിയ മൂല്യമാണ്. അത് സ്വായത്തമാക്കേണ്ടത് നമ്മളുടെ പഠനകാലത്ത് തീർച്ചയായും. സാമൂഹ്യമായി സാമ്പത്തികമായി മെച്ചമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് വരുന്ന പല കുഞ്ഞുങ്ങളും നല്ല കലാകാരന്മാരും കലാകാരികളുമാവാം. അതുപോലെ തന്നെ കായികമേളകളിൽ നല്ല സമ്മാനം വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങളെയും നാം കാണുന്നുണ്ടല്ലോ. എന്താണത് സൂചിപ്പിക്കുന്നത്? സാമ്പത്തികമായി മെച്ചമല്ലാതെയുള്ള, സാമൂഹ്യമായി താണു നിൽക്കുന്നുവെന്ന് കരുതുന്ന കുഞ്ഞുങ്ങളിൽ ദൈവം എത്ര വലിയ കഴിവുകളും മികവുകളുമാണ് നൽകിയിരിക്കുന്നത്. ദൈവം അങ്ങനെയാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ ക്രിസ്തുവിൽ അവരെ നമുക്ക് ഒന്നായി കാണാനും ചേർത്ത് നിർത്തുവാനും കഴിയേണ്ടതുണ്ട്. അക്കാരണത്താൽ സമഭാവന എന്ന മൂല്യം നമ്മൾ ചേർത്ത് വെച്ച് കൊള്ളണം. ജീവിതത്തിൽ അത് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ഞായറാഴ്ച നാം പഠിച്ചതുപോലെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന വിഷയത്തോട് ചേർന്ന് ഗ്രഹിക്കുവാൻ ശ്രമിച്ചതുപോലെ നമുക്ക് അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതും സമഭാവന ഉള്ളതുമായ ഒരു ജീവിത മൂല്യം നമ്മൾ വളർത്തിയെടുക്കുമ്പോഴേ വിദ്യാഭ്യാസം സമഗ്രമാവുകയുള്ളൂ. അതുവഴി ജീവിതവും പൂർണ്ണമായി തീരുകയുള്ളൂ, സമഗ്രമായി തീരുകയുള്ളൂ. കുഞ്ഞുങ്ങളെ, ദൈവം തമ്പുരാൻ നിങ്ങളേവരെയും അനുഗ്രഹിക്കും.